നാക്യം പറമ്പലച്ചനിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് ദീർഘനാളുകളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. വീണ്ടും നമ്മൾ അതേ കാര്യങ്ങൾക്കായി ശ്രദ്ധയോടെ സമ്മേളിച്ചിരിക്കുന്നു. ആത്മാവിൻ്റെ വെളിപ്പെടുത്തലുകളിലേക്ക് മാന്യപ്രേക്ഷകർക്ക് വീണ്ടും ഹൃദയപൂർവ്വം സ്വാഗതം. പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. നാക്യം പറമ്പലച്ചൻ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കും. ഏറ്റവും പ്രിയപ്പെട്ട പ്രേക്ഷക സഹോദരരെ, യേശു കർത്താവ് നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം നമുക്കിപ്പോൾ ഏറ്റുപറയാം. നിങ്ങൾ എന്നോടൊപ്പം ഇത് ഏറ്റുചൊല്ലുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഈ ശുശ്രൂഷ വഴി മഹത്വപ്പെടണമേ, അറിയപ്പെടണമേ, സ്നേഹിക്കപ്പെടണമേ. അങ്ങയുടെ രാജ്യം അനേകായിരങ്ങളിൽ ജനലക്ഷങ്ങളിൽ ജനകോടികളിൽ അങ്ങയുടെ രാജ്യത്തിന്റെ സ്നേഹാഭിഷേകം ആത്മനിറവിന്റെ അഭിഷേകം കടന്നു വരുവാൻ ഈ ശുശ്രൂഷയെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ശുശ്രൂഷ ഒരുക്കുന്നവരും പ്രേക്ഷകരുമായ എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് സമൃദ്ധമായി എഴുന്നള്ളി വന്ന് ആത്മീയ ജ്വലനം നൽകട്ടെ. ദൈവസ്നേഹാനുഭവം നൽകട്ടെ. അനേകരുടെ ദുഃഖങ്ങൾ മാനസിക ഭാരങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവേ നന്ദി, പിതാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയ പ്രേക്ഷകരെ, ഇന്ന് നമ്മോടൊപ്പം നാക്യം പറമ്പലച്ചൻ്റെ ശുശ്രൂഷ വഴികളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളെ പരിചയപ്പെടുന്നു. പതിവിന് വിരുദ്ധമായി ഒരു പുരോഹിതൻ ആണിന്ന് നമ്മോട് ഒപ്പമുള്ളത്. അതും CMI സഭാംഗമായ ഒരു പുരോഹിതനാണ്. എൻ്റെ പേര് ഫാദർ റോയ് പാലാട്ടി, CMI എന്നാണ്. ഞാൻ 13 വർഷം മുമ്പാണ് ഓർഡിനേഷൻ സ്വീകരിച്ചത്. ജീസസ് യൂത്ത് ആത്മീയ മുന്നേറ്റത്തിൽ ഏതാണ്ട് 15 വർഷക്കാലം വർക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ സഭയിലേക്ക് ജോയിൻ ചെയ്തത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്, ഞാൻ വീട്ടിലെ ഏക മകനായതുകൊണ്ട് എനിക്ക് കുറേ കൂടി വീട്ടിലെ ഭാരം ചുമക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ജീവിതയാത്രയിൽ കർത്താവിനെ കണ്ടുമുട്ടിയ ആദ്യ നാളുകൾ മുതൽ പോകുന്ന ഇടങ്ങളിലെല്ലാം കണ്ടുമുട്ടുന്ന വ്യക്തികൾക്കൊക്കെ ഈശോയെ കൊടുക്കണമെന്നുള്ള വലിയൊരു ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ BCom പഠിക്കുമ്പോഴും MCom പഠിക്കുമ്പോഴൊക്കെ ഈശോയെ എവിടെയൊക്കെ കൊടുക്കാനായിട്ട് കഴിയുമോ അവിടെയൊക്കെ കൊടുക്കാനായിട്ട് ശ്രമിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ MCom പഠനശേഷമാണ് ഞാൻ CMI സഭയിൽ ജോയിൻ ചെയ്യുന്നത്. ജോയിൻ ചെയ്ത് കഴിഞ്ഞ സമയത്തും പ്രത്യേകിച്ചും ജീസസ് യൂത്ത് ആത്മീയ മുന്നേറ്റത്തിൽ നിന്ന് ഈ ശുശ്രൂഷയിലേക്ക് വന്നതുകൊണ്ട്, ഈ CMI സഭാംഗമായി മാറിയതുകൊണ്ട് എനിക്ക് ആദ്യകാലം മുതലേ പ്രാർത്ഥിക്കാനും ഈശോയുടെ മുമ്പിൽ ഇരിക്കാനും എനിക്ക് വല്ലാത്തൊരാഗ്രഹമായിരുന്നു. ഞാനത് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുമായിരുന്നു. ആ നവീകരണ മുന്നേറ്റത്തിലൂടെ കിട്ടിയ ആ ഒരു സ്പിരിറ്റ് എപ്പോഴും കാത്തു സൂക്ഷിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുമായിരുന്നു. ഇങ്ങനെയുള്ള കാലയളവിലാണ് ഒരു ഗിഫ്റ്റ് പോലെ എനിക്ക് കിട്ടിയ ഒന്നാണ് എഴുതാനുള്ള കഴിവ്. വചനം വായിക്കുമ്പോൾ കിട്ടുന്ന ഉൾക്കാഴ്ചകൾ പങ്കുവയ്ക്കാനുള്ള കഴിവ്. അത് ധാരാളമായിട്ട്, പ്രത്യേകിച്ച് സെമിനാരിലായിരിക്കുന്നൊരു കോണ്ടെക്സ്റ്റിൽ പുറത്തുപോയി നമുക്ക് സുവിശേഷ ശുശ്രൂഷ സാധ്യമല്ലെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ഇൻസ്പിറേഷൻസ് വ്യത്യസ്തമായ മാഗസീനുള്ള വളരെ പ്രത്യേകമായി ശാലോമിലൂടെയാണ് ഞാൻ എഴുതി മുന്നേറിയിരുന്നത്. അതെനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് മാറി. അങ്ങനെയാണ് ഇപ്പോഴത്തെ കഥകൾ. പാലാട്ടി അച്ഛ, അച്ഛൻ ഈ എഴുത്തിലൂടെയാണ് അറിയപ്പെട്ടത് എന്നറിയാം. ഒരുപക്ഷെ പരിചയപ്പെടുത്താതെ പോലും പ്രേക്ഷകർക്ക്, ഈ ശാലോമിൻ്റെയൊക്കെ വായനക്കാർക്ക് അച്ഛനെ അറിയാം. ഞാനും ഒരു എഴുത്തുകാരനായിട്ടാണ് അച്ഛനെയും മനസ്സിലാക്കിയിട്ടുള്ളത്.
അങ്ങനെ എഴുത്തുകാരനായി, അതും വളരെ വൈവിധ്യമാർന്ന എഴുത്തുകളാണ്. പ്രത്യേകിച്ച് ഒരു കരിസ്മാറ്റിക് പ്രോത്സാഹന രീതിയൊന്നും പലപ്പോഴും കണ്ടിട്ടില്ല. അങ്ങനെയുള്ള ഒരു എഴുത്തുകാരൻ വളരെ താത്വികമായി തന്നെയൊക്കെ ചിന്തിക്കുന്ന ഒരു രീതി പലപ്പോഴും ഞാൻ ദർശിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു അച്ഛൻ എങ്ങനെയാണ് ഈ നായ്ക്കമ്പറമ്പിൽ അച്ഛനുമായിട്ടുള്ള ശുശ്രൂഷ മേഖലകളിൽ വന്ന് കണ്ടുമുട്ടുന്നത് എന്നത് ഒന്ന് വിശദീകരിക്കാം. എൻ്റെ വീട് കറുകുറ്റിയാണ്. കറുകുറ്റിയിൽ ഒരു കാലത്ത്, പ്രത്യേകിച്ചും ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് ഞങ്ങൾ എല്ലാ ദിവസവും 365 ദിവസവും ഗ്രാജുവേഷൻ പഠിക്കുന്ന, ഡിഗ്രി പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ കറുകുറ്റി ആശ്രമത്തിൻ്റെ മുമ്പിൽ ഏതാണ്ട് 110 നടകൾ കയറിയെങ്കിലാണ് ആശ്രമത്തിൽ ചെല്ലുന്നത്. ഞങ്ങൾക്ക് യൂത്താണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഒരുമിച്ച് തോന്നി നമുക്ക് ഒരുമിച്ച് മുട്ടുകൾ കുത്തി കയറി ആശ്രമത്തിൻ്റെ മുകളിൽ വന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥിക്കുന്ന സമയത്താണ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വീക്ക്ലി മധ്യസ്ഥ പ്രാർത്ഥന ശുശ്രൂഷയുണ്ട്. വൈകുന്നേരം സമയത്ത് 8:30 മുതൽ രാത്രി 12 മണി വരെയുള്ള ശുശ്രൂഷ. ഈ സമയത്താണ് നായ്ക്കമ്പറമ്പിലച്ഛൻ ഇടയ്ക്കൊന്ന് മിന്നൽ പോലെ വന്ന് പായുകയുള്ളൂ. അദ്ദേഹം വന്ന് നൽകുന്ന ഒരു മെസ്സേജ് അതെല്ലായ്പ്പോഴും ഏതാണ്ട് സെയിം ആയിരിക്കും. അതിൻ്റെ ഒരു നട്ഷൽ പറഞ്ഞാൽ എല്ലായ്പ്പോഴും സെയിം ആയിരിക്കും. ലോക സുവിശേഷീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. സെൽഫ് ഇൻട്രസ്റ്റഡായി ധാരാളം പേര് കർത്താവിൻ്റെ പക്കൽ ചെല്ലുന്ന ഒരു കാലയളവിൽ സ്വന്തം കാര്യത്തിന് വേണ്ടിയല്ലാതെ ലോകം മുഴുവനും വേണ്ടി നിലവിളിക്കാൻ ഒരു മനസ്സുണ്ടാവുക എന്ന് പറയുന്നത് തന്നെ ആണ് ഏറ്റവും വലിയൊരു സുവിശേഷം. എന്ന് പറഞ്ഞാൽ നമുക്ക് പരിചിതമല്ലാത്ത നാടുകൾക്ക് വേണ്ടി, പരിചിതമല്ലാത്ത മിഷണറിമാർക്ക് വേണ്ടി, കത്തോലിക്കരും അകത്തോലിക്കരും അക്രൈസ്തവരുമായ കോടിക്കണക്കിന് ദൈവമക്കൾക്ക് വേണ്ടി നിലവിളിച്ചു പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സുണ്ടാവുക. ഞങ്ങൾ ഈ പ്രാർത്ഥന സത്യത്തിൽ ഇവിടെ നിന്നാണ് സ്വീകരിച്ചത്. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ബഹുമാനപ്പെട്ട നായ്ക്കമ്പറമ്പിലച്ഛൻ ഉയർത്തുന്ന പ്രാർത്ഥന വഴിയായിട്ടാണ് ലോക സുവിശേഷീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പഠിച്ചത്. അച്ഛൻ പറയുന്നത് പോലെ തന്നെ ഞങ്ങൾ പറയുമായിരുന്നു. ചിലപ്പോൾ ന്യൂജേഴ്സി അനുഗ്രഹിക്കണമേ, അയർലൻഡിനെ അനുഗ്രഹിക്കണമേ, UK അനുഗ്രഹിക്കണമേ എന്നൊക്കെ. അന്ന് ഞങ്ങൾ BCom പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്, ഡിഗ്രി പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്. ഞങ്ങൾക്ക് രാജ്യത്തെക്കുറിച്ച് ഒരു പരിചയമില്ല. ആകെ ഭൂമിശാസ്ത്രം നമ്മളുടെ സ്കൂളിൽ പഠിക്കുന്ന സാധനങ്ങൾ നമുക്ക് അറിയുള്ളൂ. എങ്കിലും ഞങ്ങൾ അന്ധമായി അങ്ങ് പ്രാർത്ഥിക്കുമായിരുന്നു. ഈ പ്രാർത്ഥന കൊണ്ടായിരിക്കണം ബഹുമാനപ്പെട്ട അച്ഛനുമായിട്ട് വളരെ അടുത്ത ഒരു ബന്ധം ഞങ്ങളുടെ പ്രയർ ഗ്രൂപ്പിനുണ്ടായി. അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് അവിടെ വരിക, ഞങ്ങൾക്കൊരു ചെറിയൊരു ഇൻസ്പിറേഷനൊക്കെ തരിക. അത് പിന്നീടും ഞങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതത്തിലും പേഴ്സണൽ കമ്മിറ്റ്മെന്റിനും ഒക്കെ ഒരുപാട് സഹായിക്കാനായിട്ട് ഇടവന്നു. പ്രേക്ഷകരെ, ഇപ്പോൾ നമുക്കൊരു ആവേശം നിറഞ്ഞ ഒരു അനുഭവം നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട്. 150 ചെറുപ്പക്കാർ എത്ര പടികളെന്നാണ് പറഞ്ഞത്? 110 നടകൾ മുട്ടുകുത്തി കയറി പോയി. മറ്റാർക്കൊക്കെയോ വേണ്ടിയാണ്, സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. അങ്ങനെ ഇരിക്കവേ അവർ ലോക സുവിശേഷീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഹ്വാനം ചെയ്യുന്ന ഒരു പുരോഹിതനെ കണ്ടെത്തുന്നു. നായ്ക്കമ്പറമ്പിലച്ഛ, അച്ഛൻ ഇതിനെ ഇത്ര ദീർഘവ്യാപകമായ ഒരു ഫലം ഉളവാകുമെന്നൊക്കെ അച്ഛൻ മനസ്സിൽ കണ്ടിട്ടുണ്ടോ? ഇതിന് ചെറുപ്പക്കാരെല്ലാം ആകർഷിക്കപ്പെടുന്നുണ്ടെന്നും ലോക സുവിശേഷീകരണം എന്ന ആശയം അച്ഛൻ പങ്കുവയ്ക്കുമ്പോൾ ഇതുപോലെയൊക്കെ ദാഹത്തോടെ ചെറുപ്പക്കാർ വന്നിരുന്ന് കേൾക്കുന്നുവെന്നും ഒരു കാഴ്ചപ്പാട് അച്ഛനുണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? എൻ്റെ ദൈവാനുഭവം 23-ാമത്തെ വയസ്സിൽ നൊവിഷ്യേറ്റിലായിരിക്കുമ്പോൾ ലഭിച്ചൊരു ദൈവാനുഭവമുണ്ട്. അതിന് 3 കൊല്ലങ്ങൾക്ക് മുമ്പ് കോളേജ് വിദ്യാഭ്യാസ കാലത്ത് 20-ാമത്തെ വയസ്സിൽ ചോദിക്കുവിൻ നിങ്ങൾക്ക് കിട്ടും, പരിശുദ്ധാത്മാവിനെ കിട്ടും. അത് 3 കൊല്ലം കഴിഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ലഭിക്കും, ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവർക്കെല്ലാം ലഭിക്കും എന്നുള്ള ജ്ഞാനാഭിഷേകമായി പരിശുദ്ധാത്മാവ് അത് വിശദീകരിച്ച് നൽകി, പഠിപ്പിച്ചു. അന്ന് തൊട്ട് എൻ്റെ നിലവിളി പ്രാർത്ഥന ദൈവം നൽകുന്ന പ്രത്യാശ, മനുഷ്യർ നൽകുന്ന പ്രത്യാശയാണെങ്കിൽ അധികകാലം നീണ്ടുപോവുകയില്ല. അപ്പോൾ ദൈവം നൽകുന്ന ആ പ്രത്യാശ വെച്ച് ലോകരാഷ്ട്രങ്ങൾക്ക് വേണ്ടി എവിടെയെല്ലാം സഹനമുണ്ടോ അവരാണ് യേശുവിനെ സ്വീകരിക്കാൻ ഒരുക്കപ്പെടുന്നത്, അവരാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ ഹൃദയം തുറക്കുന്നത്. അവർക്ക് വേണ്ടി അന്ന് തുടങ്ങിയേ പ്രാർത്ഥിക്കുമായിരുന്നു. അതോടൊപ്പം കേരളത്തിലെ ഏറ്റവും വലിയ സന്യാസഭ, ഏറ്റവും അംഗത്വമുള്ള സന്യാസഭ CMI സഭയാണ്. ഞാൻ വളർന്നു വന്ന കോടഞ്ചേരി ഇടവക പരിസര പ്രദേശങ്ങളെല്ലാം അന്ന് CMI അച്ഛന്മാരാണ് വികാരിമാരായ ആദ്യകാലത്ത് മലബാറിൽ കുട്ടിയേറിയ കാലത്ത് ശുശ്രൂഷ ചെയ്തിരുന്നത്. ഞങ്ങൾക്ക് വലിയ സ്നേഹമായിരുന്നു അന്നത്തെ വികാരി അച്ഛന്മാരുടെ. ദോസ്തേവൂസ് അച്ഛൻ, ഫാബിയൂസ് അച്ഛൻ, ആൻ്റണി അച്ഛൻ, ഇവരൊക്കെ വിശുദ്ധന്മാരായിട്ട് പേര് വിളിച്ചിട്ടില്ലെങ്കിലും അതുപോലെ വലിയ സ്നേഹത്തോടു കൂടിയാണ് അവരെ കണ്ടിരിക്കുന്നത്. അപ്പം ചാവറ കുര്യാക്കോസ് എലിയാസ് അച്ഛൻ്റെ സഭ
എന്നുള്ളത് ഇന്ന് നമുക്ക് ആനന്ദകരമാണ്. എന്നാൽ കരിസ്മാറ്റിക് ധ്യാനം തുടങ്ങുന്ന കാലത്ത് ചങ്ങനാശ്ശേരി ഭാഗത്തെ ഒരു ഫ്ലോറിൻ CMA ഉണ്ടായിരുന്നു. അന്നത്തെ ഒരു താരമായിരുന്നു. ഭാഷാപരത്തിൽ എല്ലാവരെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന ആൾ. അദ്ദേഹം തീഷ്ണമതിയായിരുന്നു. അന്ന് പ്രായമുള്ള ആളാണ്, ഇപ്പോഴില്ല, മരിച്ചുപോയി. പിന്നെ പാലാട്ടി അച്ഛനുമായിട്ടൊരു ബന്ധം വൈദികരുടെ ധ്യാനം നടത്തുന്ന കാലം. ഇതിപ്പോൾ അദ്ദേഹം കുനമ്മാവ് അല്പം സീനിയർ പ്രീസ്റ്റായിട്ട് വിശ്രമിക്കുകയാണെന്ന് തോന്നുന്നു. എന്നാൽ ചെറുപ്പക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ 3000 അച്ഛന്മാരുടെ ഇടയിൽ നിന്ന് ദൈവം, ഇപ്പോഴാണ് അറിയുന്നത് ജീസസ് യൂത്തിൽ ആണ് അദ്ദേഹം വളർന്നു വന്നതെന്നുള്ളത്. ജീസസ് യൂത്തിനെ കുറിച്ചാണെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ വളരെയധികം അഭിമാനവും ആനന്ദമുള്ള, ലോകത്ത് എവിടെ ചെന്നാലും തീഷ്ണതയ്ക്ക് യാതൊരു ലോഭവുമില്ലാതെ പ്രവർത്തിക്കുന്ന ഏറ്റവും ശക്തമായ ഗ്രൂപ്പാണ് അന്നും ഇന്നും. അതുകൊണ്ട് ഏതെങ്കിലും ശുശ്രൂഷ വിഭാഗത്തെക്കുറിച്ച് യാതൊരു വ്യവസ്ഥയില്ലാതെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ അവരെക്കുറിച്ചാണ് സാധാരണ സംശയം കൂടാതെ പറയുന്നത്. ഒരു സമർപ്പണത്തിൻ്റെ ചൈതന്യം മറ്റേതൊരു വിഭാഗത്തിൽ പെട്ടവരെക്കാൾ കൂടുതൽ ലോകത്ത് എവിടെ പോയാലും അവരെ കാണുന്നുണ്ട്. അവർ 1 കൊല്ലം 2 കൊല്ലമൊക്കെ കോളേജ് വിദ്യാഭ്യാസത്തിനിടയ്ക്ക് ലീവെടുത്ത് ഓരോ മിഷൻ മേഖലകളിൽ പോയി ശുശ്രൂഷ ചെയ്യുന്നു. അത് അങ്ങേയറ്റം പ്രോത്സാഹിപ്പിച്ച് എത്ര അഭിനന്ദിച്ചാലും മതിയാകാത്തതും ഇനിയുമുള്ള തലമുറയോട് നമുക്ക് ശുപാർശ ചെയ്യാവുന്നതുമായ ഒരു വലിയ കാര്യമാണ്. യൗവനകാലത്ത് തന്നെ സൃഷ്ടാവിനെ അനുസ്മരിക്കുക, ശുശ്രൂഷിക്കുക, സൃഷ്ടാവിൻ്റെ ആ ചൈതന്യവും സന്ദേശവും രക്ഷകനായ യേശുവിൻ്റെ സന്ദേശവും മറ്റുള്ളവർക്ക് കൊടുക്കുക. ഇതിന് ദൈവം ഉയർത്തിയ വീണു പോകാത്ത ഒരു സംഘടനയാണത്. അച്ഛൻ അതിനകത്തുണ്ടായിരുന്നു എന്നുള്ളത് ആനന്ദകരമാണ്. അച്ഛൻ ധർമാരാം കോളേജിൽ പഠിച്ച കാലത്തും ഞാൻ ബാംഗ്ലൂർ ധ്യാനിപ്പിക്കാൻ പോകുന്ന കാലത്തുമാണ് അച്ഛനെ അടുത്ത് പരിചയപ്പെടുന്നത്. എന്നാൽ പലപ്പോഴും പിന്നെ അങ്ങനെ അധികം അടുത്ത് പരിചയപ്പെടാർ ഇല്ലായിരുന്നു. എന്നാൽ ഷാലോം TVയും ഷാലോം പ്രസിദ്ധീകരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അച്ഛൻ ലേഖനങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അത് വലിയ ആനന്ദമായിരുന്നു. അച്ഛനിപ്പോൾ അമേരിക്കയിലെ ഷാലോമിൻ്റെ സജീവ ശുശ്രൂഷകന് നേതൃത്വം കൊടുക്കുന്നയാളും ധ്യാനിപ്പിക്കുന്നയാളുമാണ്. അതും ആനന്ദകരമാണ്. നമ്മൾ ഡിവൈൻ TV, ഗുഡ്നസ് TV ഇവരെല്ലാവരും ഒന്നിച്ച് സ്നേഹത്തോടെ ഒരേ ലക്ഷ്യത്തോടെ നമ്മൾ പോരാടുന്നു, പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് നമ്മുടെ പ്രേക്ഷകർക്കെല്ലാം അത്യധികം ആനന്ദം നൽകുന്ന ഒരു കാര്യമായിരിക്കും. കാരണം നമുക്ക് ലക്ഷ്യമെന്നാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുക, ദൈവം അറിയപ്പെടുക, ദൈവസ്നേഹം കൊണ്ട് നിറയുക, അനേകരെ ദൈവാനുഭവത്തിലേക്ക് നയിക്കുക, അനേകര് തകർന്നവരും ദുഃഖിതരും ബന്ധിതരും ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടവരുമായ അനേകരെ ദൈവരാജ്യത്തിന് വേണ്ടി നേടിയെടുക്കുക. ഈ ഒരേ ലക്ഷ്യത്തിലേക്ക് പ്രവർത്തിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അങ്ങനെ 3000 പേരുടെ ഒരു സജീവ റെപ്രസെൻറ്റേറ്റീവായിട്ട് നമ്മുടെ മധ്യത്തിൽ ഇപ്പോൾ ആയിരിക്കുന്ന അച്ഛനെക്കുറിച്ച് അഭിമാനപൂർവ്വം ആനന്ദപൂർവ്വം ചിന്തിക്കുകയും ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ യുവജനങ്ങളും ഉണ്ടാവാം. യൗവനത്തിൽ എത്തി നിൽക്കുന്ന നിങ്ങളോട് അച്ഛൻ്റെ വളരെ ഭാവാത്മകമായ ഒരു സമീപനം, ജീസസ് യൂത്ത് എന്ന ഒരു സംഘടനയെ ഒരു സംശയവും കൂടാതെ ഏത് കാര്യത്തിനു വേണ്ടിയും ശുപാർശ ചെയ്യാവുന്നതും വരും തലമുറയ്ക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കാവുന്നതുമായ ഒന്നാണെന്ന്. പ്രിയ പാലാട്ടി അച്ഛ, അച്ഛൻ ഈ യൗവനത്തിലൂടെയൊക്കെ ദൈവത്തെ സ്വീകരിച്ച് CMI സഭാംഗമായി പ്രഘോഷണ മേഖലയിലും എഴുത്തുകൂടാതെ പ്രഘോഷണ മേഖലയിലൊക്കെ ഉൾപ്പെട്ടു. പിന്നീട് ഈ നാക്യംപറമ്പലച്ഛൻ്റെ കരിസ്മാറ്റിക് ലോകവുമായി ബന്ധപ്പെട്ട ഒരു ഇങ്ങനെ സമീപിക്കാനിടയായ ഒരു സാഹചര്യം പറയാം. ബഹുമാനപ്പെട്ട മാത്യു നാക്യംപറമ്പലച്ഛനുമായി ഈ അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ കാണാനും കേൾക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെയുള്ളൊരു കാരണം 2014 അമേരിക്കയിൽ പ്രത്യേകിച്ചും ഇന്ത്യക്ക് പുറത്തുള്ള ഷാലോമിൻ്റെ മിനിസ്ട്രികൾ ഷാലോം ഫെസ്റ്റിവൽ എന്ന് പറയുന്നൊരു ടൈറ്റിലാണ് ശുശ്രൂഷകൾ ഒരുക്കപ്പെടുന്നത്. അമേരിക്കയിലെ 25 സ്റ്റേറ്റുകളിൽ ഞങ്ങൾ ടീം അംഗങ്ങൾ ഒരു കരവാനിൽ ഇങ്ങനെ യാത്ര ചെയ്യുകയായിരുന്നു. അപ്പോൾ കൊച്ചു ഗ്രൂപ്പുകളിലൊക്കെ പോയി ശുശ്രൂഷ ചെയ്യും. ഈ ശുശ്രൂഷ ചെയ്തിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ബഹുമാനപ്പെട്ട മാത്യു നാക്യംപറമ്പലച്ഛൻ പോയിരിക്കുന്നതാണ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ലുസിയാന എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് ഉണ്ട്. ലുസിയാന എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ സാമാന്യ വിധത്തിൽ നമ്മുടെ പിതാക്കന്മാരോ ആളുകളോ ശുശ്രൂഷയ്ക്ക് വേണ്ടി അധികം പോകാറില്ല. അതിൻ്റെ കാരണം വളരെ ചെറിയൊരു ഗ്രൂപ്പാണ് അവർ. പക്ഷെ അവിടെ വളരെ ഇൻ്റലക്ച്വൽസ് ആണ്, നല്ല പഠനമുള്ളവരാണ്, ഡോക്ടേഴ്സ് കഴിഞ്ഞിട്ട് അതിൽ PhD എടുത്തിരിക്കുന്നതൊക്കെ ധാരാളം ആളുകളുണ്ട്. 1992 മാത്യു നാക്യംപറമ്പലച്ഛൻ പോയതിന് ശേഷം അവിടെ ആരും പോയിട്ടില്ല എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. ഞങ്ങൾ അവിടെ ശുശ്രൂഷയും കഴിഞ്ഞ് ഞങ്ങൾ പിന്നീട് മറ്റ്
3-4 സ്റ്റേറ്റുകൾ കഴിഞ്ഞിട്ട് ഞങ്ങൾ അറ്റ്ലാന്റയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. ലോക സുവിശേഷീകരണത്തിനും ശുശ്രൂഷകൾക്കും വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പോകുന്ന നേരത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ച് ഏതാണ്ട് ഒരല്പസമയം ഇങ്ങനെ ശാന്തമായിട്ടിരിക്കുമ്പോൾ വളരെ ശക്തമായൊരു ശബ്ദം ഞങ്ങൾ കേട്ടു. ഒരു അലറുന്ന സിംഹത്തിൻ്റെ പോലുള്ളൊരു ശബ്ദം കേട്ടത് ഇങ്ങനെയാണ്: ഓ സ്വർഗത്തിലെ പിതാവേ, ലോകം മുഴുവനിലുമുള്ള പരകോടി ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജനകോടികളെ സുവിശേഷം അറിയിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. അതിനുവേണ്ടി ആയിരക്കണക്കിന് ദൈവ ശുശ്രൂഷകരെ ഒരുക്കണമേ. ഇത് പറഞ്ഞിട്ടുള്ള ഒരു അലറുന്ന സിംഹത്തിൻ്റെ പോലുള്ളൊരു ഒച്ചയാണ്. ഞങ്ങൾ ഗ്രൂപ്പിലുള്ളവർ ഡിസേൺ ചെയ്തത് ആരുടെ ശബ്ദമാണെന്ന്. ആ ശബ്ദം ബഹുമാനപ്പെട്ട മാത്യു നായ്ക്കമ്പറമ്പിലച്ചൻ്റെ ശബ്ദമായിരുന്നു. ഞങ്ങൾ പെട്ടെന്ന് വാൻ സൈഡിലേക്ക് മാറ്റിയിട്ട് ഞങ്ങൾ കുറേ സമയം ബഹുമാനപ്പെട്ട മാത്യു അച്ഛനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞങ്ങളായിരിക്കുന്ന വാനിൽ ഒരു സുഗന്ധ തൈലത്തിൻ്റെ ഒരു അഭിഷേകം പോലുള്ള ഒരു ഗന്ധം ഞങ്ങൾക്ക് സെൻസ് ചെയ്യാനായിട്ട് കഴിഞ്ഞു. ഞങ്ങൾ ധ്യാനകേന്ദ്രങ്ങൾക്ക് വേണ്ടിയും വളരെ പ്രത്യേകമായ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിനും മാത്യച്ഛൻ നടത്തുന്ന വ്യത്യസ്തമായ ശുശ്രൂഷകൾക്കും വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. കാരണം ലോക സുവിശേഷീകരണം എന്നുള്ള ഒരാശയം, ഒരു വെളിപ്പെടുത്തൽ പോലെ ഭാരത കത്തോലിക്ക സഭയിൽ ആദ്യമായി ഇത്രയും പ്രബലമായി പ്രസംഗിച്ചിരിക്കുന്ന ഒരു വൈദികനില്ല, കത്തോലിക്ക പുരോഹിതനില്ല എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ബോധ്യവും ഞങ്ങൾ ഇന്നത്തെയും തിരിച്ചറിവും. ആരാധനയിലൂടെ നമുക്കായി ദൈവം കരുതി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം. മേഘമാളികൾക്കുമപ്പുറം സ്വർഗദൂതർ മധ്യവാണിടും, ദൈവമെന്നെ തേടിയെത്തിടും. ആരാധനാ മുഹൂർത്തമായിതാ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ മുമ്പിൽ ആഗതനായിരിക്കുന്ന ദിവ്യകാരുണ്യ യേശുവിലേക്ക് നമ്മുടെ മനസ്സും ഹൃദയവും നമുക്ക് ഉയർത്താം. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ സകലരും നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതന നൽകുവാൻ തക്കവിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച കർത്താവിൻ്റെ വലിയ കാരുണ്യത്തെ നമുക്ക് ഓർക്കാം. മാനവകുലത്തിൻ്റെ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന ഏക നാമമായ യേശുക്രിസ്തുവിൻ്റെ നാമമാണ്. അതേ യേശുവാണ് ദിവ്യകാരുണ്യനാഥനായി നമ്മുടെ മുമ്പിൽ ആഗതനായിരിക്കുന്നത്. ലോകത്തിൽ മരിച്ചു പോയ നൂറുകണക്കിന് ദൈവമക്കളെ ജീവനിലേക്ക് കൊണ്ടുവരാൻ, പാപത്തിൽ ജനിച്ചും ജീവിച്ചും മുന്നേറുന്നവരെ തിന്മയെ കീഴടക്കി യേശുവിൻ്റെ കുരിശുമരണത്തിലൂടെ വീണ്ടെടുക്കാൻ, ലോകാതിർത്തിയോളം സുവിശേഷം എത്തിക്കാൻ ധാരാളം ഹൃദയങ്ങളെ വീണ്ടും സജ്ജമാക്കാൻ ദിവ്യകാരുണ്യ യേശുവിത നമ്മുടെ മുമ്പിൽ ആഗതനായിരിക്കുന്നു. നമ്മുടെ മുമ്പിൽ ആഗതനായിരിക്കുന്ന കർത്താവിൻ്റെ മുമ്പിൽ ഇരു കരങ്ങളും യാചനാരൂപത്തിൽ പിടിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഏറ്റുചൊല്ലാം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ലോകരക്ഷകനായ യേശുവേ, ലോകരക്ഷകനായ യേശുവേ, മരിച്ചുയർത്തവനായ യേശുവേ, മരിച്ചുയർത്തവനായ യേശുവേ, മരിച്ചവരെ ഉയർപ്പിച്ചവനായ യേശുവേ, മരിച്ചവരെ ഉയർപ്പിച്ചവനായ യേശുവേ, ഇന്നും ജീവിക്കുന്ന യേശുവേ, ഇന്നും ജീവിക്കുന്ന യേശുവേ, അൾത്താരകളിൽ ഇന്നും വസിക്കുന്ന യേശുവേ, അൾത്താരകളിൽ ഇന്നും വസിക്കുന്ന യേശുവേ, ഞങ്ങളുടെ ഇടയിൽ വസിക്കുന്ന യേശുവേ, ഞങ്ങളുടെ ഇടയിൽ വസിക്കുന്ന യേശുവേ, ഈ സമയം നിന്റെ വൻകരം നീട്ടി ജനകോടികളെ ആശ്വസിപ്പിക്കണമേ, രോഗികളെ സൗഖ്യപ്പെടുത്തണമേ, പീഡിതരെ മോചിപ്പിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഏകരക്ഷക, ലോകരക്ഷക,
ലോകരക്ഷക ലോകരക്ഷക ഇന്നും ജീവിക്കുന്നവനെ ഇന്നും ജീവിക്കുന്നവനെ ഞങ്ങളുടെ ഇടയിൽ വസിക്കുന്നവനെ ഇടയിൽ വസിക്കുന്നവൻ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിശ്വാസത്തോടെ ഇരു കരങ്ങളും നമുക്ക് ദിവ്യകാരുണ്യ കർത്താവിന്റെ മുമ്പിലേക്ക് നീട്ടിപ്പിടിക്കാം. ലോകത്തിൻ്റെയും മാനവകുലത്തിൻ്റെ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിലെ പിതാവ് നൽകിയിരിക്കുന്ന ഏകനാമമായ യേശുവിൻ്റെ മുമ്പിലാണ് നമ്മൾ കരങ്ങൾ പിടിച്ചിരിക്കുന്നത്. നീട്ടപ്പെട്ട കരങ്ങളിൽ ദുഃഖങ്ങളുണ്ട്, ഭാരങ്ങളുണ്ട്, ആകുലതകളുണ്ട്, നാളെയെക്കുറിച്ചുള്ള ഒട്ടേറെ വേദനകൾ നമ്മുടെ ഉള്ളിലുണ്ട്. കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് കൊടുക്കാം. എല്ലാത്തിനും മതിയായവൻ നമ്മുടെ കർത്താവ് മാത്രമാണ്. നിന്റെ ജീവിതത്തെ മുഴുവൻ വീണ്ടെടുക്കാൻ മതിയായ ദിവ്യകാരുണ്യ യേശുവിൻ്റെ മുമ്പിലാണ് ഇരു കരങ്ങൾ നീ നീട്ടി വെച്ചിരിക്കുന്നത്. കർത്താവെ, ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും സമൂഹങ്ങളിലേക്കും നീ പ്രവേശിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് നീ പ്രവേശിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ നന്ദി, കർത്താവേ നന്ദി, കർത്താവേ ആരാധന, കർത്താവേ നന്ദി, കർത്താവേ നന്ദി. യേശു ക്രിസ്തു ദൈവത്തിൻ്റെ ഏകപുത്രൻ വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരുന്ന് നമ്മുടെ എല്ലാവരുടെയും മേൽ, ലോകാതിർത്തികൾ വരെയുള്ളവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ വർഷിക്കുന്നു. പാപമോചനം നൽകുന്നു, ആന്തരിക സൗഖ്യം നൽകുന്നു. നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും നൽകിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. അപകടത്തിൽപ്പെട്ട് ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന ഒരു സഹോദരനെ ഈശോ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സോറിയാസിസ് മൂലം ശരീരത്തിൽ മുഴുവൻ ചൊറിഞ്ഞു പൊട്ടി അസ്വസ്ഥപ്പെടുന്ന ഒരു സഹോദരനെ ഈശോ തൊടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. സങ്കീർത്തനം 115:12. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്. എല്ലാവരും കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. ശരീരത്തിന്റെ വിവിധ ഇഴപ്പുകളിൽ ജോയിൻസ് പെയിൻ ഉള്ള 118 പേരെ കർത്താവ് സുഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ബ്രസ്റ്റിൽ മുഴയുള്ള ഒരു സഹോദരിയെ കർത്താവ് സുഖപ്പെടുത്തുന്നു. കോട്ടയം നാഗമ്പടം കൺവെൻഷന് 50,000 പേരുടെ സമൂഹത്തിൽ ഇങ്ങനെയൊരു സന്ദേശം പറഞ്ഞു. പിറ്റേ ദിവസം 37 സ്ത്രീകളാണ് ഈ രോഗശാന്തി കിട്ടിയെന്ന് സാക്ഷ്യപ്പെടുത്തത്. 1 എന്ന് പറഞ്ഞു. വിശ്വസിച്ച അനേകം പേർക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താലുള്ള രോഗശാന്തി കർത്താവ് നൽകി. ഹല്ലേലൂയ ഹല്ലേലൂയ. നട്ടലിന്റെ കണ്ണിക്ക് അകൽച്ച മൂലം കഠിനമായ നടുവേദന, അപകടത്തിൽ നട്ടലിന് പരിക്കു പറ്റിയവർ 97 പേരെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. തല വണങ്ങി മുട്ടുമേൽ നിൽക്കാവുന്നവര് മുട്ടുമേൽ നിന്ന് ആശീർവാദം സ്വീകരിക്കാം. ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും നമുക്ക് ഒന്നുകിൽ തല വണങ്ങി തല കുനിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. മേഘപാളികൾക്കുമപ്പുറം സ്വർഗദൂതർ മധ്യവാണിടും, ദൈവമെന്നെ തേടിയെത്തിടും. ആരാധനാ മുഹൂർത്തമായിതാ, ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു. അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും പുതിയ അനുഭവങ്ങളുമായി കണ്ടുമുട്ടും. അതുവരെ ദൈവം നമുക്കിടയിൽ അതിശക്തമായി അഭിഷേക സ്വാധീനം ചെലുത്തട്ടെ. നിങ്ങൾക്ക് അറിയിക്കേണ്ട പ്രാർത്ഥനാ നിയോഗങ്ങൾ ചുവടെ കാണിക്കുന്ന നമ്പറിൽ വിളിച്ചറിയിക്കുകയോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആത്മാവിൻ്റെ വെളിപ്പെടുത്തലുകളുടെ അഡ്രസ്സിൽ എഴുതി അറിയിക്കുകയോ ചെയ്യാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നന്ദി.
മേഘപാളികൾക്കുമപ്പുറം സ്വർഗദൂതർ മധ്യവാണിടും. ദൈവം എന്നെ തേടിയെത്തിടും. ആരാധനാ മുഹൂർത്തമായിതാ. മേഘപാളികൾക്കുമപ്പുറം സ്വർഗദൂതർ മധ്യവാണിടും.